ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ശ്രീ ലളിതാത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ 55 നാമങ്ങളുടെ അർത്ഥമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി 56-ാമത്തെ നാമം. ഓം ശ്രീമന്നഗരനായികായൈ നമ. ശ്രീമത്തായ നഗരത്തിന് നായികയായുള്ളവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ ശ്രീമത്തായ നഗരം എന്ന് പറഞ്ഞാൽ സൗഭാഗ്യപുരി എന്നാണ് അർത്ഥം. മേരുപർവ്വതത്തിൻ്റെ നടുക്കൊടുമുടിയിലും സുധാസമുദ്രത്തിൻ്റെ നടുവിലും സൗഭാഗ്യപുരി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതും അർത്ഥവാദപരമായിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് നമ്മൾ ഊഹിക്കുക. ശ്രീമന്നഗരം എന്ന് പറഞ്ഞാൽ ശ്രീചക്രം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അധീശ്വരിയാണല്ലോ പരാശക്തി. ചംക്രമണാ ചക്രം എന്നാണ്, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചക്രം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രതീകം തന്നെയാണ് ശ്രീചക്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ ചിത്രം മുന്നിൽ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ്? ഒരു ചതുരത്തിൽ 3 വൃത്തം വരച്ച് അതിനുള്ളിൽ 16 ദളമിട്ട് അതിനുള്ളിൽ 8 ദളം വരച്ച് അതിൻ്റെ ഉള്ളിൽ ത്രികോണങ്ങളുടെ 14 ആരം വരച്ച് അതിൻ്റെ ഉള്ളിൽ ത്രികോണത്തിൻ്റെ 10 ആരം ക്രമീകരിച്ച് വീണ്ടും അതിനുള്ളിൽ ത്രികോണത്തിൻ്റെ 10 ആരം ക്രമപ്പെടുത്തി അതിനുള്ളിൽ ത്രികോണത്തിൻ്റെ 8 കോണങ്ങൾ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ത്രികോണവും ആ ത്രികോണത്തിന് ഉപരിയായി ബിന്ദുവും കാണപ്പെടും. നമ്മൾ ആ ചിത്രം നോക്കുമ്പോൾ അതാണ്. അപ്പോൾ ഇത് പ്രതലത്തിൽ നിന്നും മാറ്റി ഒരു പ്രതിമയായിട്ട് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിലോ ഏറ്റവും മുകളിൽ ബിന്ദു, അതിനെ താങ്ങി ത്രികോണവും കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ താന്ത്രികമായിട്ടുള്ള രൂപകൽപ്പനയാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രൂപകൽപ്പന എന്നും പറയാം. കാരണം പിണ്ടാണ്ടവും ബ്രഹ്മാണ്ടവും തമ്മിലുള്ള അഭേദമായിട്ടുള്ള ഒരു കൽപ്പന പ്രസിദ്ധമാണ്, അത് ശാസ്ത്രീയവുമാണ്. ഇനി വൈദിക കാലത്ത് തന്നെ ഈ ശരീരവും പ്രപഞ്ചവും അവയ്ക്കുള്ളിലെ നിയാമക ശക്തിയും അത്യന്ത സൂക്ഷ്മമായ അപഗ്രഹത്തിന് വിധേയമാക്കിയിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാർ എന്ന് ഓർക്കുമ്പോൾ കോരിത്തരിക്കാത്ത ഹൃദയമുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അജ്ഞതയാണ് എന്ന് പറയാതിരിക്കാൻ തരവില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രീചക്രത്തെ പ്രതിമയാക്കി മാറ്റുമ്പോൾ മേരുചക്രം എന്നാണ് പറയാറ്. അപ്പോൾ ശ്രീശങ്കരാചാര്യ ഭഗവത്പാദര ദിഗ്വിജയം നടത്തിയ അവസരത്തിൽ പലയിടത്തും ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീചക്രത്തിന് പ്രസിദ്ധമായിട്ടുള്ള പര്യായങ്ങൾ നോക്കുകയാണെങ്കിൽ ചക്രരാജൻ, നവയോനി ചക്രം, വിയത് ചക്രം, മാതൃകാചക്രം എന്നൊക്കെയാണ് അതിന് പര്യായങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ പരാശക്തിയാണ് ലളിതാദേവി. അപ്പോൾ ലോകാൻ അതീത്യ ലലതേ ഇതി ലളിത എന്നാണ്. അപ്പോൾ ലോകങ്ങളെ മുഴുവൻ കടന്ന് വിരാജിക്കുന്നവളാണ് ലളിത എന്നാണ് ആ നാമത്തിന് അർത്ഥമായിട്ടൊക്കെ വരുന്നത്. ഇനി 57-ാമത്തെ നാമം. ഓം ചിന്താമണി ഗൃഹാന്തസ്ഥായൈ നമ. ഏതാഗ്രഹവും സബലീകരിക്കാൻ ശക്തിയുള്ളതാണ് ചിന്താമണി. കൽപ്പവൃക്ഷം, കാമധേനു, ചിന്താമണി ഇവയൊക്കെ കവികൽപ്പനകളാണ് എന്നാണ്. അങ്ങനെ ചിന്താമണിക്കല്ലുകൾ കൊണ്ട് തീർത്ത മണിമന്ദിരത്തിൽ വസിക്കുന്നവളാണ് ദേവി എന്ന് നാമത്തിന് അർത്ഥമായിട്ട് വരും. ഇനി ചിന്താമണി എന്ന് പറഞ്ഞാൽ ഒരുതരം രത്നമാണെന്ന് പറയാം. ഇതും ബാഹ്യാർത്ഥത്തെ അല്ല ആന്തരാർത്ഥത്തെയാണ് ധ്വനിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ മനസ്സല്ലേ ഈ ചിന്താമണിക്കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ ഗൃഹം എന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് ഏതേത് ദുഷ്കരമായ കാര്യങ്ങളെയും സുഗമമാക്കി തീർക്കുന്ന അത്ഭുത ശക്തി മനസ്സെന്ന ഈ ചിന്താമണി ഗൃഹത്തിനില്ലേ? ആ ഗൃഹമാണ് ദേവിയുടെ ആസ്ഥാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദേവന്മാർ പോലും ദേവിയെ ആരാധിക്കുന്നത് ഈ ചിന്താമണി ഗൃഹത്തിൽ വെച്ചാണെന്ന് പറയണു. അതാണ് ആ നാമത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 58-ാമത്തെ നാമം. പഞ്ചബ്രഹ്മാസനസ്ഥിതായൈ നമ. പഞ്ചബ്രഹ്മത്തെ ആസനമാക്കി സ്ഥിതി ചെയ്യുന്നവൾ. മുൻ നാമത്തിൽ ദേവിയുടെ ഗൃഹം ചിന്താമണിക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമ്മൾ അനുസ്മരിച്ചു. ഗൃഹത്തിനുള്ളിലെ കട്ടിലാകട്ടെ
ശിവനും തലയണ പരമേശാനനും, വിരിപ്പ് സദാശിവനും, കട്ടിലിൻ്റെ കാലുകൾ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശാനൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്നിവരുമാണെന്ന് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ. ബഹുരൂപാഷ്ടകതന്ത്രം, ഭൈരവ യാമതാള തന്ത്രം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് അതിനെക്കുറിച്ച് വിവരിക്കണത്. അപ്പോൾ ദേവി മുറുക്കിത്തുപ്പാൻ ഉപയോഗിക്കുന്ന കോളാമ്പിയാണത്ര ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സകലവിധ സൗഭാഗ്യങ്ങളുടെയും അത്യുന്നതമായിട്ടുള്ളൊരു പ്രതീകമാണ് ഇല്ലേ. അപ്പോൾ കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദം എന്തിതു തുച്ഛം എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. എന്നുവെച്ചാൽ എന്താ, ഭൗതികവും ദിവ്യവുമായിട്ടുള്ള സകല സൗഭാഗ്യങ്ങളെയും ദേവി മുറുക്കിത്തുപ്പാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ന് വന്നാൽ ആ സൗഭാഗ്യങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് ആ പറഞ്ഞതിലുള്ള ധ്വനി. അപ്പോൾ ത്രിമൂർത്തികളും പ്രപഞ്ചകർത്താവായ ഈശ്വരനും കട്ടിൽക്കാലുകളാണെന്ന് പറയുന്നതും ചിന്താർഹമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇളകിച്ചലിക്കുന്ന വസ്തു കട്ടിൽക്കാലായാൽ അപകടമാണ്, അത് നമുക്കറിയാം. അപ്പോൾ ദേവിയെ ധരിക്കാൻ ത്രിമൂർത്തികളും പ്രപഞ്ചകർത്താവായ ഈശ്വരനും നിശ്ചലം ശിലാസ്തംഭങ്ങൾ പോലെ വർത്തിക്കുന്നു എന്നുള്ള വർണ്ണന എന്തുദാത്തമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വർത്തിക്കുന്നവർക്കല്ലേ ദേവിയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. പഞ്ചബ്രഹ്മം സകളബ്രഹ്മത്തിൻ്റെ പ്രപഞ്ചാകാര പരിണാമം എന്ന പ്രക്രിയയിലെ പഞ്ചഭൂത തന്മാത്രകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി 59-ാമത്തെ നാമം മഹാപത്മാടവീ സംസ്ഥായേ നമ. മഹത്തായ താമരപ്പൊയ്കയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. പത്മാടവി എന്ന് പറഞ്ഞാൽ താമരപ്പൊയ്കയാണ്. അപ്പോൾ സഹസ്രദള പത്മം എന്ന സഹസ്രാരത്തെയാണ് ഇവിടെ മഹാപത്മാടവിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സഹസ്രാര പത്മം എന്ന വാക്ക് തന്നെ ശരിയല്ല എന്നും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ സഹസ്രദള പത്മം എന്നും അല്ലെങ്കിൽ സഹസ്രാര ചക്രം, മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി ശക്തി സഹസ്രാര ചക്രത്തിലെത്തി സദാശിവനുമായി സംഗമിക്കുന്നതിനാണല്ലോ ഉപാസനയുടെ പരമമായിട്ടുള്ള സാഫല്യം. ആ അർത്ഥത്തിലും ദേവിയുടെ വിഹാരഭൂമി മഹാപത്മാടവി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി 60-ാമത്തെ നാമം കദംബവനവാസിനി. കദംബവനത്തിൽ വസിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ഈ കദംബവനം എന്ന് പറയുന്നതും തന്ത്രശാസ്ത്രത്തിലെ ഒരു കൽപ്പനയാണ് അല്ലേ. ചിന്താമണി ഗൃഹത്തിൻ്റെ 4 ഭാഗത്തും മണിമണ്ഡപങ്ങളും അവയെ ചുറ്റി കടമ്പവൃക്ഷങ്ങളും ഛായ വിരിച്ച് നിൽക്കുന്നു. സുരവിടവീവാടി പരിവൃതം എന്നാണ് ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് കദംബവനത്തിൽ വസിക്കുന്നവൾ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി 61-ാമത്തെ നാമം സുധാസാഗര മധ്യസ്ഥായേ നമ. സുധാസാഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. സുധാസാഗരം എന്ന് പറഞ്ഞാൽ അമൃതസമുദ്രമാണ്. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവാണ് ഈ അമൃതസമുദ്രം. അപ്പോൾ ഈ അമൃതാബ്ധിയിൽ 3 പുരികളുണ്ടെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. ഒന്ന് അമൃതത്താൽ ചുറ്റപ്പെട്ടത്, മറ്റൊന്ന് സഹസ്രദള പത്മത്തിൻ്റെ മധ്യത്തിലെ അല്ലിയാകുന്ന ചന്ദ്രമണ്ഡലം, മൂന്നാമത്തേത് ആ മണ്ഡലത്തിൻ്റെയും മധ്യത്തിലുള്ള അപരാജിതപുരി എന്ന ബിന്ദുസ്ഥാനവും എന്നാണ്. ഇനി 62-ാമത്തെ നാമം കാമാക്ഷിയൈ നമ. കാമോദ്ദീപങ്ങളായ അക്ഷികളോട് കൂടിയവൾ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കാമം എന്നുള്ളത് ഭൗതിക ഭോഗവാസനയുടേതല്ല, മറിച്ച് പരമപുരുഷാർത്ഥ ലാഭത്തിൻ്റേതായിട്ടുള്ള കാമമാണ്. അപ്പോൾ മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ എന്നാണ് അർത്ഥം. ഇനി വേറൊരർത്ഥം നോക്കുകയാണെങ്കിൽ കാ എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ്, മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. അപ്പോൾ സരസ്വതിയും ലക്ഷ്മിയും 2 കണ്ണുകളായവൾ അല്ലെങ്കിൽ അങ്ങനത്തെ 2 കണ്ണുകളോട് കൂടിയവൾ. അതായത് ജ്ഞാനവും ഭൗതിക സമ്പത്തുമാണല്ലോ ദേവിയെ ഉപാസിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ അത് രണ്ടും ദേവിക്ക് കണ്ണുകൾ പോലെ സ്വാഭാവികമാണെന്നും ഭക്തരിൽ നിർലോഭം ആ കണ്ണുകൾ കാരുണ്യം ചൊരിയുന്നു എന്നും ഈ നാമത്തിലൂടെ വെളിവാക്കി തരുന്നു എന്നുള്ളതാണ്.
ഇനി 63 നാമം കാമദായിനി. കാമങ്ങൾ ഏതും ദാനം ചെയ്യുന്നവൾ എന്നാണ്. കാമാക്ഷി, കാമദായിനി എന്നുള്ള പേരുകൾ ദേവിയുടെ കാരുണ്യത്തെയും ദാനശീലത്തെയും മുൻനിർത്തി ബ്രഹ്മാവാണ് ദേവിക്ക് നൽകിയത് എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ കാമദ അയനി എന്ന് പദം പിരിച്ച് കാമങ്ങളെ ദാനം ചെയ്യുന്നവൾ, കാമേശ്വരന് ശുഭത്തെ ചെയ്യുന്നവൾ എന്നും ഒരർത്ഥം നമുക്ക് ധരിക്കാം. കാമത എന്നതിന് കാമനെ ധാരണം ചെയ്തതിലൂടെ, നശിപ്പിച്ചതിലൂടെ എല്ലാ ശുഭങ്ങളെയും നൽകുന്നവൾ എന്ന് മറ്റൊരർത്ഥമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ കാമദായിനി എന്ന് പദം പിരിച്ച് കാമനാകുന്ന, അതായത് പ്രിയങ്കരനാകുന്ന കാമേശ്വരന് പരമ്പരയാ അവകാശപ്പെട്ടവൾ എന്നും ഈ നാമത്തിനെ നമുക്ക് അർത്ഥമായിട്ടെടുക്കാം. ദായം എന്ന് പറഞ്ഞാൽ പാരമ്പര്യ അവകാശമാണല്ലോ. ഇനി 64 നാമം ദേവർഷിഗണസംഘാത സ്തൂയമാനാത്മവൈഭവായൈ നമഃ. ദേവന്മാരുടെയും ഋഷിമാരുടെയും സംഘങ്ങളാൽ സ്തുതിക്കപ്പെടുമാറ് ആത്മവൈഭവങ്ങളോട് കൂടിയവൾ എന്നാണ്. വൈഭവം എന്ന് പറഞ്ഞാൽ ശക്തിവിശേഷം എന്നാണ്. ആത്മവൈഭവം എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തിവിശേഷം എന്നാണ്. അപ്പോൾ സംഘാതം എന്നത് ഒരു നരകത്തിൻ്റെ പേരാണെന്നാണ്. അപ്പോൾ ആ അർത്ഥം എടുക്കുമ്പോൾ ദേവന്മാരെയും ഋഷിമാരെയും സംഘാത നരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ പോരുന്ന സ്വന്തം ശക്തിവിശേഷത്തോടു കൂടിയവൾ എന്ന് ഈ നാമത്തിന് അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ്രകാരാന്തരങ്ങളാൽ ദേവന്മാർക്കും ഋഷിമാർക്കും അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും പതനം സംഭവിക്കാറുണ്ട് എന്ന് പുരാണങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പതനങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് അവരാൾ സ്തുതിക്കപ്പെടുന്നവൾ എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ സമ്യക്കായി, വേണ്ട പോലെ. ഘാതം എന്ന് പറഞ്ഞാൽ വധം എന്നാണ്. അപ്പോൾ ദേവന്മാർക്കും ഋഷിമാർക്കും വേണ്ടി ഭണ്ഡാസുരനെ വേണ്ട പോലെ വധിക്കുവാൻ പോരുന്ന ആത്മവൈഭവത്തോടു കൂടിയവൾ എന്ന് ഈ നാമത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഭണ്ഡാസുരനെ വധിച്ചതിലൂടെ ദേവന്മാരും ഋഷിമാരും ദേവിയെ വാഴ്ത്തി സ്തുതിക്കേണ്ടായല്ലോ. അപ്പോൾ ഭണ്ഡാസുരനെ വധിക്കുവാൻ വേണ്ടിയും ദേവന്മാരും ഋഷിമാരും ദേവിയെ വാഴ്ത്തി സ്തുതിച്ചത് എന്നോർക്കുമ്പോൾ ദേവിയുടെ ശക്തി അന്യാദൃശമാണ് എന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. അപ്പോൾ പരമാത്മ ചൈതന്യ സ്വരൂപിണിയാണ് ദേവി എന്നും ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 65 നാമം ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാസമന്വിതായൈ നമഃ. ഭണ്ഡാസുരൻ്റെ വധത്തിനായിട്ട് ഉദ്യുക്തരായ അല്ലെങ്കിൽ സന്നദ്ധരായ ശക്തിസേനകളോട് കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ 5 നാമം ഇവിടെ നമുക്കൊന്ന് അനുസ്മരിച്ച് നോക്കാം. ദേവകാര്യത്തിന് വേണ്ടിയിട്ടാണ് ദേവകാര്യത്തിന് വേണ്ടി വരുമ്പെട്ടവളാണല്ലോ ദേവി. അപ്പോൾ ഭണ്ഡാസുര വധമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ശിവൻ തൻ്റെ അഗ്നിനേത്രത്താൽ കാമദേവനെ ചുട്ടരിച്ചു എന്നും ആ ചുടുചാരത്തിൽ നിന്നും ശിവൻ്റെ ഭൂതഗണത്തിൽപ്പെട്ട ചിത്രസേനൻ എന്ന് പറയുന്ന ഭൂതം തൻ്റെ തപശക്തിയാൽ തേജസ്വിയായിട്ടുള്ള ഒരുവനെ സൃഷ്ടിച്ചു എന്നും അവനെ കണ്ട് ബ്രഹ്മാവ് അസൽ എന്നുള്ള അർത്ഥത്തിൽ ഭണ്ഡ എന്ന് പ്രശംസിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പോൾ അതോടെ ആ തേജോരൂപം ഭണ്ഡനായി അറിയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഭണ്ഡൻ രുദ്രകോപമാകുന്ന അഗ്നിയിൽ ദഹിച്ച ചുടുചാരത്തിൽ നിന്നും ഭൂതഗണത്തിൽ പ്രമുഖനായിട്ടുള്ള ചിത്രസേനനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അതിശക്തനായിട്ടുള്ള അസുരനായി മാറി എന്നാണ് കഥ. അപ്പോൾ അവൻ കഠിന തപസ്സുകൾ ചെയ്ത് ശിവനെ പ്രത്യക്ഷീകരിച്ചിട്ട് ശിവനിൽ നിന്നും സ്വരക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ വരങ്ങളും സമ്പാദിച്ചു എന്നൊക്കെ കഥയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് തുടർന്ന് അവൻ ദേവന്മാരെയും ഋഷിമാരെയും ഒക്കെ ആക്രമിക്കാനായിട്ട് മുതിർന്നു എന്നാണ്. അപ്പോൾ ദേവന്മാർ പരിഭ്രാന്തരായിട്ട് ഭണ്ഡനെ സംഹരിക്കുവാൻ വേണ്ടിയിട്ട് യാഗം ആരംഭിച്ചു. എന്നാൽ ഭണ്ഡാസുരൻ്റെ ആക്രമണത്തിൽ ആ യാഗം എല്ലാം മുടങ്ങിപ്പോയി. ദേവന്മാർ നാലുപാടും ചിതറിയോടി. പിന്നെ വീണ്ടും ഇന്ദ്രൻ പൂർവാധികം ശക്തമായിട്ടുള്ള യാഗവേദി ഒരുക്കിയിട്ട് പരാശക്തിയെ ആശ്രയിച്ചുകൊണ്ട് യാഗം ആരംഭിച്ചു എന്നാണ്. അപ്പോൾ ദേവന്മാർ അവരുടെ മാംസവും ശരീരഭാഗങ്ങളും ഒക്കെ യാഗാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് തീവ്രമായിട്ടുള്ള യാഗം തുടർന്നു എന്നും ആ യാഗാഗ്നിയിൽ നിന്നുമാണ് ത്രിപുരസുന്ദരി ഉയർന്നു വന്നതെന്നും ദേവന്മാരും സപ്തർഷികളും നാരദനും മറ്റും ദേവിയെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചു എന്നും ദേവി തൻ്റെ ശക്തിസേനയെ സജ്ജമാക്കിക്കൊണ്ട്
ഭണ്ഡാസുരനെ നേരിടാനായിട്ട് സന്നദ്ധയായി എന്നൊക്കെയാണ് കഥ. അപ്പോൾ ഇവിടെ ദാർശനികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരർത്ഥമാണ് എടുക്കാൻ നല്ലതെന്ന് തോന്നുന്നു. ഭണ്ഡ എന്ന് പറഞ്ഞാൽ നിർലജ്ജൻ എന്നാണ്, അസു എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ നിർലജ്ജം അല്ലെങ്കിൽ മനസാക്ഷിയില്ലാതെ ജീവഹിംസ ചെയ്യുന്നവനാണ് ഭണ്ഡാസുരൻ. അപ്പോൾ അജ്ഞാനമാണ് നിർലജ്ജതയ്ക്ക് കാരണം എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ അജ്ഞാനം കൊണ്ട് ശരീരബദ്ധനായ ജീവനാണ് ഭണ്ഡാസുരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അജ്ഞാനം ജീവനെ ഹിംസാരതനാക്കുന്നത് പോലെ തന്നെ സകലവിധ അക്രമങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു എന്നാണ്. ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനാണ് യാഗം ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ തപസ്സനുഷ്ഠിക്കുന്നത്. അപ്പോൾ തപസ്സിൻ്റെ അഗ്നിയിൽ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും വികാരങ്ങളെയും ഒക്കെ സാധകൻ എരിച്ച് ചാമ്പലാക്കണമെന്നാണ്. അങ്ങനെ ഹൃദയാഗ്നികുണ്ഡത്തിൽ നിന്നാണ് ത്രിപുരസുന്ദരി ഉദിച്ചുയരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ജീവൻ്റെ എല്ലാ കർമ്മബന്ധങ്ങളെയും വിച്ഛേദിച്ച് വാസനാബന്ധങ്ങളും അഴിച്ച് ദേവി ജീവന് മുക്തി പ്രദാനം ചെയ്യുന്നു എന്നാണ്. അതാണ് ഈ ഭണ്ഡാസുരവധത്തിൻ്റെ പൊരുളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി 66-ാമത്തെ നാമം സമ്പത്കരീ സമാരൂഢ സിന്ധുരം വ്രജസേവിതായൈ നമഃ. സമ്പത്കരീ ദേവതയാൽ സമ്യക്കാകും വണ്ണം ഉപവിഷ്ടയായ സിന്ധുര വ്രജത്താൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ തുടർന്ന് ദേവിയുടെ ആ ശക്തി സേനയെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് ഇനി കുറച്ച് നാമങ്ങളിലൂടെ വരുന്നത്. സിന്ധുരം എന്ന് പറഞ്ഞാൽ ആനയാണ്, വ്രജം എന്ന് പറഞ്ഞാൽ സമൂഹമാണ്. അപ്പോൾ സമ്പത്കരി എന്ന ദേവത തൻ്റെ നേതൃത്വത്തിൽ ആനപ്പടയെ സജ്ജമാക്കി ദേവിയെ പരിസേവിക്കുന്നു. ഭണ്ഡാസുരവധത്തിന് പശ്ചാത്തലം സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ്. ദേവിയുടെ ആയുധങ്ങളിൽ ഒന്നായിട്ടുള്ള അങ്കുശത്തിൽ നിന്നും ഉയർകൊണ്ട ദേവതയാണ് ഈ സമ്പത്കരി എന്ന ദേവത എന്നാണ്. ഇവിടെ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകളും സമ്പത്കരി സമാരൂഢ സിന്ധൂര വ്രജസേവിത എന്ന് ജപിക്കാറുണ്ട്. സിന്ധൂരം എന്ന് പറയുമ്പോൾ അർത്ഥം ഒരുപാട് മാറിപ്പോവും. സിന്ധുരം എന്ന് തന്നെ വായിക്കണം. സിന്ധുരം എന്ന് പറയുമ്പോഴാണ് ആന എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ സിന്ധൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറിക്ക് ഉപയോഗിക്കുന്ന ആ സിന്ധൂരമാണ്. അപ്പോൾ അർത്ഥം ഒരുപാട് മാറി. ദേവിയുടെ ആ യുദ്ധസന്നാഹത്തിൻ്റെ പേരാണ്, ആനപ്പടയാണ്. അപ്പോൾ സിന്ധുര വ്രജസേവിത എന്ന് തന്നെ എല്ലാ ഭക്തജനങ്ങളും തെറ്റുകൂടാതെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ നാമങ്ങൾ, ആ നാമത്തിൻ്റെ അർത്ഥം നമ്മൾ ഒന്നും കൂടി വിശകലനം ചെയ്യുകയാണെങ്കിൽ അവർണ്ണനീയമായിട്ടുള്ള മഹിമകളോടുകൂടിയ ദേവ്യോപാസനാപരമായിട്ടുള്ള ഒരു മന്ത്രത്തിനും സമ്പത്കരി എന്ന് പേരുണ്ട് എന്നാണ്. അപ്പോൾ ലളിതോപാഖ്യാനത്തിലെ കോലാഹലൻ എന്ന് പറയുന്ന വിശിഷ്ടനായിട്ടുള്ള ആനയുടെ പുറത്താണ് സമ്പത്കരി ദേവത സഞ്ചരിക്കുന്നത് എന്നും ആ ആനയെ കണ്ടാൽ മറ്റ് ആനകളെല്ലാം അതിൻ്റെ പിന്നാലെ അണിനിരക്കുമെന്നും വിവരിക്കുന്നുണ്ട്. അപ്പോൾ രഥ, തുരക, പദാദികൾ ഈ തുടങ്ങിയൊക്കെ ഈ ദേവതയ്ക്കുണ്ടെങ്കിലും ആനപ്പടയാണ് മുഖ്യമായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ സമ്പത്കരി എന്നുള്ള പദത്തിന് ധനത്തെ ഉണ്ടാക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ധനാധിക്യം എന്ന് പറഞ്ഞാൽ ആഹ്ലാദജനകമാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സമ്പത്കരി സമാരൂഢം എന്നതിന് ആഹ്ലാദിപ്പിക്കുന്നത് എന്നുള്ളൊരർത്ഥവും കിട്ടും. അപ്പോൾ സിന്ധുരവ്രജം എന്ന് പറഞ്ഞാൽ ആനക്കൂട്ടം തന്നെ. അപ്പോൾ ഈ ആനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ് എന്നാണ്. ഇവിടെ നമുക്ക് ഗജേന്ദ്രമോക്ഷം കഥ ഓർക്കേണ്ടതാണ്. ജീവിതം എന്നുള്ള താമരപ്പൊയ്കയിൽ അനുഭവങ്ങളാകുന്ന അല്ലെങ്കിൽ വിഷയങ്ങളാകുന്ന പൂക്കൾ ഇന്ദ്രിയമാണ്, ആന മനസ്സാണ്. ഇന്ദ്രിയങ്ങളെ മനസ്സിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടി സുദർശനം വേണം എന്നുള്ളതാണ്. അപ്പോൾ സുദർശനം എന്ന് പറഞ്ഞാൽ സമ്യക് ദർശനം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടെയും അനുസന്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അപ്പോൾ സിന്ധുരവ്രജമാണ് ഇന്ദ്രിയങ്ങൾ ആ മതയാനകളെ മെരുക്കി ദേവിയുടെ പാദസേവയ്ക്ക് സജ്ജമാക്കണം എന്നാണ്. അങ്ങനെ മനോവികാരങ്ങളെ എന്ന യോഗിക്ക് മാത്രമേ ഈ തുരീയാനന്ദം അനുഭവിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ തുരീയാനന്ദം എന്ന് പറഞ്ഞാൽ സുഷുപ്തിക്കും അപ്പുറമുള്ള ഒരു ആനന്ദമാണ്. അപ്പോൾ മനഃഷ്ഠാൻ ഇന്ദ്രിയാണി എന്ന് ഗീതയിൽ
പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. മനസ്സിനെയും ആറാമത്തെ ഇന്ദ്രിയമായിട്ട് കാണുന്നു എന്നാണ്. അപ്പോൾ ജീവിതം പൊയ്കയും വിഷയങ്ങൾ പൂക്കളും മനസ്സ് കോലാഹലൻ എന്നുള്ള ആനയും മറ്റ് ഇന്ദ്രിയങ്ങൾ അനുയായികളായിട്ടുള്ള ആനകളും ബുദ്ധി മുതലായവുമായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സമ്യക് ദർശനമാകുന്ന സുദർശനം കൊണ്ട് ലൗകികമായ ബുദ്ധിയെ അലൗകികമായ അനുഭൂതിയാക്കി മാറ്റുമ്പോൾ, ഇന്ദ്രിയാതീത ജ്ഞാനമാക്കി മാറ്റുമ്പോൾ സമ്പത്കരി എന്ന ഭൗതിക സൃഷ്ടി ജ്ഞാനസമ്പത്കരിയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം ആ പരിണാമം രൂഢമൂലമായി കഴിയുമ്പോഴാണ്, സമാരൂഢമായി കഴിഞ്ഞാൽ യോഗിക്ക് തുരീയാനന്ദത്തിൽ തന്നെ സദാ മുഴുകിക്കൊണ്ടിരിക്കാം എന്നാണ്. അപ്പോൾ അത്തരം യോഗിമാരാൽ പരിസേവിതയാണ് ദേവി എന്ന് ഈ നാമത്തിന് ഒരു സൂക്ഷ്മാർത്ഥം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 67ാമത്തെ നാമം അശ്വാരൂഢാധിഷ്ഠിതശ്വ കോടികോടിഭിരാമൃതായൈ നമഃ. അശ്വാരൂഢ ശക്തിയാൽ അധിഷ്ഠിതമായ കോടി കോടി അശ്വങ്ങളാൽ ആവൃതയായവൾ എന്ന് നാമത്തിനർത്ഥം. അപ്പോൾ അശ്വാരൂഢ ദേവതമാർ ഓരോ കുതിരപ്പുറത്തും ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു എന്നാണ്. തുരങ്കേഷു സ്ഥിരാത്വാച്ച സ അശ്വാരൂഢേരി ഗീയതേ എന്ന് നിർവചനം പറയാമെന്നാണ്. അപ്പോൾ കുതിരകളുടെ മുകളിൽ സ്ഥിരവാസം ഉറപ്പിച്ചിരിക്കിയാൽ അശ്വാരൂഢ എന്ന് അവൾ കീർത്തിക്കപ്പെടുന്നു എന്ന് പറയണം. അങ്ങനെയുള്ള അശ്വാരൂഢ ശക്തി കോടി കോടി കുതിരകളുടെ നേതൃത്വമേറ്റ് ദേവിക്ക് അകമ്പടി സേവിക്കുന്നു എന്നാണ്. ഇതൊക്കെ ആ യുദ്ധസന്നാഹത്തിൻ്റെ വർണ്ണനകളാണ്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ അശ്വാരൂഢ എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ദേവതയാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ ദേവതയുടെ മന്ത്രത്തിന് 13 അക്ഷരങ്ങളാണുള്ളത് എന്നാണ്. അതായത് അശ്വാരൂഢ മന്ത്രത്തിന് 13 അക്ഷരങ്ങളുണ്ട് എന്നാണ്. ആ ദേവിയുടെ കുതിരപ്പടയ്ക്ക് അതിദേവതയായിട്ട് ഇവിടെ സങ്കല്പിക്കപ്പെട്ടിരിക്കണു എന്നാണ്. അപ്പോൾ ദേവിയുടെ പാശമാകുന്ന ആയുധത്തിൽ നിന്നാണ് ഈ ദേവതയുടെ ജനനം. അഥ ശ്രീ ലളിതാദേവ്യ പാശായുധ സമുദ്ഭവ എന്നാണ്. പാശം രാഗസ്വരൂപമാണെന്ന് നേരത്തെ നമ്മൾ അനുസ്മരിച്ചു. അപ്പോൾ രാഗമാകുന്ന പാശമാണ് പ്രപഞ്ചത്തിൽ സകല ജീവരാശികളെയും പരസ്പരം ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് എന്നും ആ രാഗപാശത്തിൽ നിന്നും ഉയർകൊണ്ട ദേവത അപരാജിത എന്ന കുതിരയെ അതിവേഗം ഓടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ദ്രിയങ്ങളാണ് ഇവിടെ കുതിരകൾ എന്നാണ്. അപ്പോൾ അപരാജിത എന്ന പേര് ഇന്ദ്രിയത്തിന് എന്തുകൊണ്ടും അന്വർത്ഥമാണ് എന്നാണ്. കീഴ്പ്പെടുത്താൻ അത്യന്ത ദുഷ്കരമാണല്ലോ ഇന്ദ്രിയാശ്വം, അല്ലേ? അപ്പോൾ ആ അപരാജിത എന്നാണ് അശ്വാരൂഢ ദേവത. ആ അപരാജിതയായ അശ്വാരൂഢ ദേവത സ്വ ഇച്ഛ പോലെ നിയന്ത്രിച്ച് അതിവേഗം ബഹുദൂരം ഓടിക്കുന്നു എന്നാണ്. ഇവിടെ മനസ്സ് തന്നെയാണ് അശ്വാരൂഢ. അപ്പോൾ ദേവിയോ ആത്മാവാണ്. സമഷ്ടി പ്രപഞ്ചത്തിലെ അനിയന്ത്രിതരായിട്ടുള്ള കോടാനുകോടി ഇന്ദ്രിയാശ്വങ്ങളെ നിയന്ത്രിക്കാൻ അപരാജിത എന്ന അശ്വത്തെ കീഴ്പ്പെടുത്തിയ അശ്വാരൂഢ എന്ന മനഃശക്തിക്ക് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയാണ് ഈ ഗ്രന്ഥത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് ജീവിതാനുഭവം പാഠമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അശ്വാരൂഢ ശക്തി അകമ്പടി സേവിക്കുമ്പോൾ എല്ലാം വിസ്മയമായിട്ട് മാറുകയാണ് ചെയ്യുക, അല്ലേ? വിസ്മയോ യോഗഭൂമിക എന്നാണ് ശാസ്ത്രം പറയുന്നത് തന്നെ. അപ്പോൾ വിസ്മയകരമായ യോഗഭൂമികയിൽ യോഗാനുഭൂതിയിൽ എത്തുന്ന യോഗിയുടെ മനസ്സ് ഭൈരവതയെ അല്ലെങ്കിൽ ശിവതത്വത്തെ സാക്ഷാത്കരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ അവസ്ഥയിൽ യോഗിയുടെ ഇച്ഛാശക്തിക്ക് ഉമ എന്നാണ് പേര് എന്ന് പറയണു. അപ്പോൾ പരാഭട്ടാരിക എന്നും കുമാരി എന്നും കൂടി ആ നിലയിലെത്തിയ യോഗിയുടെ ഇച്ഛാശക്തിക്ക് പേരുണ്ട് എന്ന് വേറെ പല ബന്ധങ്ങളിലും കാണുന്നുമുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ യോഗിക്ക് മറ്റൊരനുഭവം ഉണ്ടാകുന്നു എന്നാണ്, അല്ലേ? യഥാതത്ര തഥാന്യത്ര എന്നാണ്. അതായത് ഒരിടത്ത് യോഗി എങ്ങനെ വർത്തിക്കുന്നുവോ അതേ വട്ടിൽ തന്നെ യോഗിക്ക് മറ്റൊരിടത്തും വർത്തിക്കുവാൻ കഴിയുന്നു എന്നാണ്. ഇതൊക്കെ അനുഭവമുള്ളവർക്ക് നിഷേധിക്കാൻ കഴിയാത്തതായിട്ടുള്ള സംഗതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 68ാമത്തെ നാമം ഓം
ചക്രരാജരഥാരൂഢ സർവായുധപരിഷ്കൃതായൈ നമഃ. ചക്രരാജരഥത്തിൽ ആരൂഢമായ അല്ലെങ്കിൽ സംഭരിക്കപ്പെട്ട എല്ലാവിധ ആയുധങ്ങളോടും കൂടി പരിഷ്കൃത എന്ന് പറഞ്ഞാൽ പരിശോഭിക്കുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രീ ലളിതോപാഖ്യാനത്തിൽ പലതരം രഥങ്ങൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചക്രരാജരഥം എന്ന രഥമാണ് ദേവിയുടെ രഥങ്ങൾ സർവോത്കൃഷ്ടമായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആനന്ദം കൊടിയടയാളമായിട്ടുള്ള 9 തട്ടുകളോട് കൂടിയതാണ് ഈ ചക്രരാജരഥം എന്നാണ്. ആനന്ദധ്വജ സംയുക്തോ നവവി പർവാഭിർയുധ എന്നാണ്. 10 യോജന ഔന്നത്യവും 4 യോജന വിസ്തൃതിയുമുള്ളതാണ് ആ രഥം എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗേചക്രരഥമാണ്. അതിന് വലിയ ചക്രങ്ങളും 7 തട്ടുകളുമാണുള്ളത്. ആ രഥം നയിക്കുന്നത് മന്ത്രിണി എന്ന് പറയുന്ന ശക്തിയാണ്. അടുത്ത മറ്റൊരു രഥമാണ് കിരിചക്രരഥം. ഇതിന് 7 തട്ടുകളാണുള്ളത്. ഈ രഥം നയിക്കുന്ന ദേവത ദണ്ഡനാഥാശക്തിയാണ്. അപ്പോൾ ഈ 3 രഥങ്ങളും ഒന്നിച്ചേ സഞ്ചരിക്കാറുള്ളൂ എന്നാണ്. അപ്പോൾ ഇട പിങ്കള സുഷ്മന നാഡികളുടെ താന്ത്രികമായിട്ടുള്ള കൽപ്പനയാണ് ഈ രഥസങ്കല്പം എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ചക്രരാജരഥത്തെ തുടർന്നുള്ള പരാമർശം നോക്കുകയാണെങ്കിൽ സർവ്വ ആയുധങ്ങൾ, ആത്മജ്ഞാന വിഷയങ്ങളായ സാധനാമാർഗങ്ങൾ, ശൈവശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഈ ആയുധങ്ങൾ ആണവോപായം, ശാഖോപായം, ശാംഭവോപായം തുടങ്ങിയ വിദ്യകളാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പോൾ ചക്രരാജരഥം ശ്രീചക്രമാണെന്ന് നമുക്ക് ഊഹിക്കാലോ. അപ്പോൾ ചക്രരാജരഥാരൂഢ എന്നതിന് ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഭക്തന് സകലവിധ സാധനങ്ങളിലും അനുഗ്രഹം ചൊരിഞ്ഞ് പരിലസിക്കുന്നവൾ എന്നുള്ളൊരർത്ഥം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ശുദ്ധവിദ്യയാണ് ശ്രീവിദ്യ എന്ന് നമുക്കറിയാം. ശ്രീവിദ്യ അറിയുന്നവന് ചക്രതത്വം വ്യക്തമാവും എന്നാണ്. അപ്പോൾ ചക്രതത്വം അറിയുന്നവന് ഞാൻ എൻ്റേത് എന്നുള്ള ഭേദബുദ്ധിയെല്ലാം മാറി ആത്മജ്ഞാനം വെളിവായി കിട്ടുന്നു എന്നുള്ളൊരു അർത്ഥം കൂടി ഈ നാമത്തിനുണ്ട് എന്നുള്ളതാണ്. ഇനി 69ാമത്തെ നാമം. ഓം ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിതായൈ നമഃ. ഗേയചക്രരഥത്തിൽ സ്ഥിതി ചെയ്യുന്ന മന്ത്രിണീ ശക്തിയാൽ പരിചരിക്കപ്പെടുന്നവൾ എന്നാണ്. ഗേയചക്രരഥം എന്ന് പറഞ്ഞാൽ കീർത്തിച്ച് പാടുവാൻ പോരുന്നത്ര മഹിമകളോടുകൂടിയ ചക്രരഥം എന്നാണ്. ഇവിടെ ചക്രരഥം സൂര്യമണ്ഡലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദേവിയെ ഗേയചക്രരഥത്തിലിരിക്കുന്ന ദേവത പരിചരിക്കുന്നു എന്നും പറയാം. ത്രിപുരസുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ ത്രിപുരസുന്ദരിയായ കുണ്ടലിനീ ശക്തിയെ സൂര്യമണ്ഡലത്തിൽ വർത്തിക്കുന്ന മധ്യകൂട ദേവത സഹസ്രാര ചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ സഹായിക്കുന്നു എന്ന് നമ്മളിവിടെ ധരിക്കണം. അപ്പോൾ ഇനി മറ്റൊരർത്ഥം നോക്കുകയാണെങ്കിൽ ഗേയം എന്ന് പറഞ്ഞാൽ പ്രധാനം എന്നാണ്. ചക്രം എന്ന് പറഞ്ഞാൽ ശ്രീചക്രം തന്നെ. അപ്പോൾ പ്രധാനമായ ശ്രീചക്രത്തിൽ അല്ലെങ്കിൽ ശ്രീചക്രരഥത്തിൽ സമാരൂഢയായി ഉപാസകന് മന്ത്രശക്തി സ്വയം വെളിവാക്കി കൊടുക്കുന്നവൾ എന്നാണ്. അപ്പോൾ അങ്ങനെ മന്ത്രശക്തി വെളിവായി കിട്ടുന്ന സാധകന്മാരാൽ പരിസേവിക്കപ്പെടുന്നവൾ എന്നും നമുക്ക് ബോധ്യമാവും എന്നാണ്. അപ്പോൾ ദേവിയുടെ ഗായികയും മന്ത്രിണിയും ശ്യാമളാംബ എന്നുള്ള ദേവതയാണെന്നാണ് തന്ത്രശാസ്ത്രത്തിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പോൾ ശ്യാമളാംബയാൽ സദാ പരിസേവിക്കപ്പെടുന്നവൾ എന്നും പറയാം. ഇനി 70ാമത്തെ നാമം. കിരിചക്രരഥാരൂഢദണ്ഡനാഥാപുരസ്കൃതായൈ നമഃ. കിരിചക്രരഥത്തിൽ ആരൂഢയായി അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ദണ്ഡനാഥാശക്തിയാൽ അകമ്പടി സേവിക്കുന്നവൾ എന്നാണ്. അപ്പോൾ കിരി എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം. കിരിചക്രരഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ ആകൃതിയിലുള്ള രഥം എന്ന് പറയാം, അല്ലെങ്കിൽ പന്നികളാൽ വലിക്കപ്പെടുന്ന രഥം എന്നും പറയാം. ദണ്ഡനാഥ എന്ന് പറഞ്ഞാൽ വാരാഹി ദേവതയാണ്. അപ്പോൾ ദേവിയുടെ സൈന്യാധിപത്യം വാരാഹി ദേവതയ്ക്കാണ് എന്നുള്ളതിനാൽ ആ ദേവത എപ്പോഴും ദേവിക്ക് മുമ്പേ സഞ്ചരിക്കുന്നു എന്നാണ്. ഇനി മറ്റൊരർത്ഥം നോക്കിയാൽ
കിരി എന്ന് പറഞ്ഞാൽ കിരണമാണ്. അപ്പോൾ സൃഷ്ടികളാണ് കിരണങ്ങൾ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ കേട്ടിട്ടില്ലേ? ഛന്നത്വമാർന്ന കനൽ ചിന്നുന്ന പോലുലയിൽ മിന്നുന്ന നിൻമഹിമയാർക്കും ധരിക്കരുത് എന്ന് പറഞ്ഞ ആ ഇതുപോലെയാണ് എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് സൃഷ്ടികരണങ്ങൾ എന്നാണ്. അപ്പോൾ ചക്രം എന്ന് പറഞ്ഞാൽ സംസാര ചക്രമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായിട്ടുള്ള സംസാരചക്രം എന്നാണ്. അപ്പോൾ ഈ കിരിചക്രമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന ദണ്ഡനാഥൻ എന്ന് പറഞ്ഞാൽ യമനാണ്. അപ്പോൾ ദണ്ഡനാഥ പുരസ്കൃത എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ പദത്തെ നമ്മൾ ദണ്ഡനാഥ പ്ലസ് അപുരസ്കൃത എന്ന് തിരിക്കുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായിട്ടുള്ള സംസാരചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന യമനാൽ അപുരസ്കൃതയാണ് ദേവി എന്നാണ്. അപ്പോൾ യമന് ദേവിയുടെ മുന്നിൽ കടന്നു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് താല്പര്യം. അപ്പോൾ പ്രപഞ്ചലീലകളിൽ ദേവി മുഴുകിയിരിക്കുമ്പോഴും കാലത്തെ വെന്നു നിൽക്കാനുള്ള ശക്തി ദേവിക്ക് സഹജമാണ് എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഇനി 71ാമത്തെ നാമം ജ്വാലാമാലിനി കാക്ഷിപ്തവഹ്നിപ്രാകാരമധ്യഗായൈ നമഃ. ജ്വാലാമാലിനികാ ദേവതയാൽ ആക്ഷിപ്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള വഹ്നിപ്രാകാരത്തിനു മധ്യേ പ്രവേശിച്ചവൾ എന്നാണ് നാമത്തിനർത്ഥം. വഹ്നിപ്രാകാരം എന്ന് പറഞ്ഞാൽ അഗ്നിമയമായ കോട്ട. പ്രാകാരം എന്ന് പറഞ്ഞാൽ കോട്ടയാണല്ലോ. അപ്പോൾ ഇവിടെ വഹ്നിപ്രാകാരം എന്ന് പറഞ്ഞാൽ സൃഷ്ടിജാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീപ്പൊരികൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ഈ കോട്ട എന്നും വരുന്നു. അപ്പോൾ തീപ്പൊരികൾ നശ്വരങ്ങളാണ് എന്ന് നമുക്കറിയാം അല്ലേ? അഗ്നിയാണ് സത്യം. അപ്പോൾ ശാശ്വതം ജ്ഞാനിയുടെ സ്ഥിതി അഗ്നിക്ക് തുല്യമാണ് എന്നാണ്. പ്രാപഞ്ചിക വിഷയങ്ങളാണ് തീപ്പൊരികൾ എന്നാണ് പറയണത്. അപ്പോൾ നശ്വരങ്ങളായിട്ടുള്ള പ്രാപഞ്ചിക വിഷയങ്ങൾക്ക് നടുവിൽ ജ്ഞാനി അഗ്നിയെപ്പോലെ ശാശ്വതത്വം കൈക്കൊണ്ട് അക്ഷോഭ്യനായിട്ട് വർത്തിക്കുന്നു എന്ന് വരുന്നു. അപ്പോൾ ഇനി മറ്റൊരർത്ഥം നോക്കുകയാണെങ്കിൽ തന്ത്രവിദ്യാനുസാരം നോക്കുമ്പോൾ ജ്വാലാമാലിനികൾ എന്ന് പറഞ്ഞാൽ ശക്തിയുടെ പഞ്ചത്രികോണങ്ങളാണ് എന്നാണ് അല്ലേ? വഹ്നിപ്രാകാരം, ശിവത്രികോണങ്ങളും പ്രാകാരം 4 ദിക്കിനെയും ചുറ്റി നിൽക്കുന്നത് കൊണ്ടും ശിവത്രികോണങ്ങൾ 4 എന്ന് കിട്ടുന്നു എന്നാണ്. അപ്പോൾ ശക്തിയുടെ 5 ത്രികോണങ്ങളും ശിവൻ്റെ 4 വഹ്നിത്രികോണങ്ങളും സമരസമായി മേളിക്കുമ്പോൾ ശ്രീചക്രം ഉത്ഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവണു. അപ്പോൾ ഈ ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവിലാണ് ദേവി വിരാജിക്കുന്നത് എന്ന് തന്ത്രശാസ്ത്രപ്രകാരം അർത്ഥം പറയണം. അപ്പോൾ പഞ്ചശക്തി ചതുർവന്നി സംയോഗചക്ര സംഭവ എന്ന് ഉത്തരചതുശതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ ചിദഗ്നികുണ്ഡ സംഭൂത എന്നുള്ള നാമം ഇവിടെ അനുസ്മരിക്കേണ്ടതുമാണ്. കാരണം അഗ്നിപ്രാകാരത്തിനുള്ളിലാണ് ദേവിയുടെ സ്ഥാനം. അപ്പോൾ ഭണ്ഡാസുരന് അജ്ഞാന തിമിരത്തിന് അല്ലെങ്കിൽ അങ്ങോട്ട് എത്തി നോക്കാൻ പോലും ആവില്ല എന്നാണ്. അപ്പോൾ ജ്വാലാമാലിനി ചതുർദശിയുടെ തിഥി ദേവതയാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജ്വാലാമാലിനി എന്ന പദത്തിന് തന്നെ തീജ്വാലകൾ ചുറ്റും വീശുന്നവൾ എന്നും ഒരർത്ഥമുണ്ട് എന്നുള്ളതാണ്. ഇനി 72ാമത്തെ നാമം ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിതായൈ നമഃ. ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധിക്കാൻ ഉദ്യുക്തരായിട്ട് ഒരുമ്പെട്ട് നിൽക്കുന്ന ശക്തികളുടെ അല്ലെങ്കിൽ ശക്തി ദേവതകളുടെ വിക്രമത്തിൽ ആഹ്ലാദിക്കുന്നവൾ എന്നാണ്. അപ്പോൾ നകുലി മുതലായ ദേവതകളാണ് ശക്തികൾ എന്ന് പറയുന്നത്. ഭണ്ഡൻ ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ബന്ധപ്പെട്ടിരിക്കുന്ന ജീവനാണെന്ന് നേരത്തെ നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭണ്ഡൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ 1000 നാമങ്ങളിലായി 1000 ത്രിപുടികളിലായി പരന്നു വ്യാപിച്ചു കിടക്കുന്ന ദ്വൈതഭാവനകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ദ്വൈതഭാവനകളെ മുച്ചൂടും മുടിക്കുന്ന അദ്വൈതാനുഭൂതിക്കൊരുമ്പെട്ട് സാധനയുടെ പടവുകൾ കടന്ന് ആജ്ഞാചക്രവും പിന്നിട്ട് നിൽക്കുന്ന സാധനാശക്തിയിൽ ആഹ്ലാദിക്കുന്നവൾ എന്ന് നമുക്കതിന് അർത്ഥമായിട്ടെടുക്കാം എന്നാണ്. അപ്പോൾ ജീവൻ്റെ സഹജമായിട്ടുള്ള ആനന്ദത്തെ ആവരണം ചെയ്തിരിക്കുന്ന അന്നമയാദി കോശങ്ങളെ ഒന്നൊന്നായിട്ട് വെന്നുയരുന്ന സാധനാ പ്രാകാരങ്ങളാണ് ശക്തിവിക്രമങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഖേചരി, ഗോചരി, ദിക്ചരി, ഭൂചരി എന്നീ യോഗ സംജ്ഞകളാണ് സംസാര നാശത്തിന് ഉപായങ്ങളായിട്ട് തന്ത്രശാസ്ത്രം അനുശാസിക്കുന്നത്. അപ്പോൾ ജീവന് 2 ഭൂമികകളുണ്ട് എന്ന് പറയുന്നു. പശുഭൂമിക എന്നും പതിഭൂമിക എന്നുമാണത്. അപ്പോൾ സംസാരിയായിട്ടുള്ള ജീവൻ പശുഭൂമികയിലും സംസാരമുക്തനായിട്ടുള്ള ജീവൻ പതിഭൂമികയിലുമാണ് നിലകൊള്ളുന്നത് എന്ന് വരുന്നു. അപ്പോൾ പശുപതി എന്ന് ശിവന് പേരുണ്ടായത് ഇങ്ങനെയാണ് എന്നാണ്. അപ്പോൾ പശുപതിയാകുന്നതാണ് അദ്വൈത സാക്ഷാത്കാരം, അതാണ് പരമപുരുഷാർത്ഥവും. അപ്പോൾ ദർശനം ഏതായാലും ഈ പരമപുരുഷാർത്ഥമാണ് ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് വരുന്നു. അപ്പോൾ അമൃതസമുദ്രത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന ജീവബിന്ദുവിന് വീണ്ടും അമൃതസമുദ്രത്തിൽ ലയിക്കുവാനുള്ള ത്വര, അതാണ് യഥാർത്ഥ മനുഷ്യജീവിതം എന്ന് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി ഈ 72ാമത്തെ നാമത്തോടുകൂടി ഇന്നത്തെ സർഗം നമുക്കിവിടെ നിർത്താമെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ, മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ, ശ്രീ മഹാദേവ്യൈ നമ, ശ്രീ ലളിതാ ത്രിപുരസുന്ദര്यै നമ. ഓം